ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചു എന്ന വിവരമാണ് വന്നിട്ടുള്ളത്. നമ്മൾക്കറിയാം, കഴിഞ്ഞ മാസങ്ങളിലൊക്കെ പലതവണ അദ്ദേഹം കടുത്ത രോഗാവസ്ഥയിലാവുകയും ആശുപത്രിയിലാവുകയും വെന്റിലേറ്ററിൻ്റെ സഹായത്തോടുകൂടി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൽ നിന്നെല്ലാം ആരോഗ്യവാനായി, അല്ലെങ്കിൽ ചികിത്സയിൽ കൂടുതൽ ആരോഗ്യം മെച്ചപ്പെടുത്തിയൊക്കെ അദ്ദേഹം മടങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും മനസ്സിലേക്ക് വരുന്ന ആ ഒരു ദൃശ്യം എന്താണെന്ന് വെച്ചാൽ, അന്ന് ആശുപത്രി വാസത്തിന് ശേഷം പുറത്തേക്ക് വരുമ്പോൾ വിശ്വാസികളെയൊക്കെ, അവിടേക്ക് എത്തിയവരെയൊക്കെ അഭിവാദ്യം ചെയ്ത് മടങ്ങുന്ന, അല്ലെങ്കിൽ വത്തിക്കാനിലേക്ക് പോകുന്ന പോപ്പിനെയാണ് നമ്മളെല്ലാം കണ്ടത്, ദൃശ്യങ്ങളിലൂടെ കണ്ടത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഹോപ്പ് 117-ാമത്തെ പേജിൽ അദ്ദേഹം എഴുതുന്നുണ്ട്: ഐ വൺസ് സെഡ് ദാറ്റ് ദ കമ്മ്യൂണിസ്റ്റ് stole the flag from us because the flag of the poor is Christian and it is undoubtedly true എന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പോപ്പ് തന്നെ എഴുതിയിട്ടുള്ളത്. അതായത് ദരിദ്രരുടെ പതാക ക്രിസ്തുവിൻ്റേതായിരുന്നുവെന്നും ആ പതാക കമ്മ്യൂണിസ്റ്റുകാരുടേതായി എന്നും കമ്മ്യൂണിസ്റ്റുകാർ ആ നിലയിൽ ആ പതാകകൾ ഏറ്റെടുത്തുവെന്നും പറയുന്ന വിധത്തിലേക്ക് ലോകത്തെ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റുകളെ, അതിൻ്റെ അനിവാര്യതയെ, അതിൻ്റെ സവിശേഷതയെ വളരെ ഈ ക്രൈസ്തവ മൂല്യങ്ങളോട് ചേർത്ത് വെച്ച് തന്നെ നിസ്വരായ മനുഷ്യർ, പാവപ്പെട്ടവർക്ക് വേണ്ടി പോരാടുന്നതിൻ്റെ ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകളുടെ ഉത്തരവാദിത്വത്തെയും ആർജവത്തെയും അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലൂടെ തന്നെ വളരെ സ്പഷ്ടമായി എഴുതി വെച്ചിട്ടുണ്ട്. ഹോപ്പ് എന്ന ആത്മകഥയിൽ പറയുന്ന ഏറ്റവും അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ നിലയിലേക്കൊക്കെ എത്തി അദ്ദേഹത്തെ ഓർത്തെടുക്കാൻ കഴിയുന്ന ഒരു അനുഭവം അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: 1927 ഒക്ടോബർ 11 ജനോയിൽ നിന്നും ബ്യൂണസ് അയേഴ്സിലേക്ക് കപ്പലിൽ ടിക്കറ്റ് എടുത്ത ഒരു കുടുംബത്തിന് എല്ലാ സ്വത്തും വിറ്റു തീർക്കാൻ കഴിയാത്തതുകൊണ്ട് ടിക്കറ്റ് മറ്റൊരാൾക്ക് മറിച്ചു വിൽക്കേണ്ടി വന്നു. ആ കുടുംബത്തിന് പോകാൻ കഴിയാത്ത സാഹചര്യം വന്നതുകൊണ്ട് ആ ടിക്കറ്റുകൾ, ആ കപ്പൽ യാത്രയുടെ ടിക്കറ്റുകൾ മറ്റൊരാൾക്ക് വിറ്റു. അവർക്ക്, ആ കുടുംബത്തിന് കയറാൻ പറ്റാത്ത ആ കപ്പൽ മുങ്ങി. ഒപ്പം എല്ലാവരെയും മരണത്തിലേക്കും ആ കപ്പൽ കൊണ്ടുപോയി. ടിക്കറ്റ് എടുത്തിരുന്ന 3 യാത്രക്കാർ മാതാപിതാക്കളും അവരുടെ ഏക മകൻ മരിയോയുമായിരുന്നു. ജീവിതം തിരിച്ചു പിടിച്ചത് അവരാണ്. അതായത് ആ 3 യാത്രക്കാർ, ടിക്കറ്റ് മറിച്ചു വിറ്റതിലൂടെ ജീവിതം തിരിച്ചു പിടിച്ച 3 യാത്രക്കാർ എന്ന് പറയുന്നത് മാതാപിതാക്കളും അവരുടെ ഏക മകൻ മരിയോയുമായിരുന്നു. ആ മരിയോയാണ് തനിക്ക് ജന്മം നൽകിയ പിതാവ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതുന്നുണ്ട്.